വലിയ നഷ്ടമാണെന്ന് എനിക്ക് സഹിക്കാൻ മേലാത്ത സങ്കടമുണ്ട്. എനിക്ക് ചെയ്യാൻ നിൽക്കും. നമുക്ക് ഒരിക്കലും ഇങ്ങനെ സംഭവിക്കരുതെന്ന് ആഗ്രഹിച്ചിരുന്ന ആളാണ് ഞാൻ. ഓരോ ദിവസവും അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെ കുറിച്ച് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്നു. കുഴപ്പമില്ല എന്നാണ് കേട്ടിരുന്നത്. ഇന്നാണ് അറിയുന്നത് മറിച്ച് അദ്ദേഹം നമ്മളോട് വേർപിരിഞ്ഞു വന്നു. തീർച്ചയായിട്ടും നമുക്ക് സംഭവിച്ച ഏറ്റവും വലിയൊരു നഷ്ടമാണ്. നമ്മുടെ സാംസ്കാരിക ജീവിതത്തിന് സംഭവിച്ച ഏറ്റവും വലിയൊരു നഷ്ടമാണിത്. അത് പരിഹരിക്കാൻ ഒരു നിർവാഹവും വേറെ ഇല്ല. അദ്ദേഹത്തിന്റെ തന്നെ ഓർമ്മകളും അദ്ദേഹത്തിന്റെ തന്നെ രചനകളും കൊണ്ട് നമുക്ക് അദ്ദേഹത്തെ ഓർമ്മിക്കുകയും ആരാധിക്കുകയും ചെയ്യാം. അദ്ദേഹത്തോടുള്ള സ്നേഹവും ബഹുമാനവും ആരാധനയും വെച്ചു പുലർത്തിക്കൊണ്ട് തന്നെ നമുക്ക് അദ്ദേഹത്തിന്റെ ആരാധകരായി ശിഷ്യരായി നമുക്ക് തുടരുകയും ചെയ്യാം. അദ്ദേഹത്തോടൊപ്പമുള്ള എന്തെങ്കിലും ഒരു ഓർമ്മകൾ കൂടി ഒന്ന് പങ്കുവെക്കുമോ? ഞങ്ങൾ 1-2 മീറ്റിങ്ങുകളിലൊക്കെ ഒന്നിച്ച് പോകാറുണ്ട്. അപ്പൊ അദ്ദേഹം എന്നോട് പറയാറുണ്ട്, മീറ്റിങ്ങുകൾക്കൊന്നും അധികം പോകണ്ട, അത് മീറ്റിങ്ങുകൾക്ക് പോയതിന് നമുക്ക് അതിന് മാത്രമേ സമയമുണ്ടാകുകയുള്ളൂ. മീറ്റിങ്ങുകൾക്ക് പോകാതെ വല്ലതും വായിച്ചും എഴുതിയൊക്കെ വീട്ടിൽ ഇരിക്കുക, അതാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് വന്ന ഒരു ഉപദേശമുണ്ട്. ഞാനത് പരമാവധി പാലിച്ചിട്ടുമുണ്ട് കേട്ടോ. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.